നമ്മുടെ ഈ മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡ് അത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതും ആയിരിക്കണം, അതുപോലെ തന്നെ ടേസ്റ്റി അതാണല്ലോ ആൾക്കാർ കൂടുതൽ നോക്കുന്നത്. രണ്ടും കൂടി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്ത് പോവാം? ലൈക്ക് ഇപ്പം മഴക്കാലത്ത് വരുമ്പോൾ ഭക്ഷണത്തിന്റെ ആ ഒരു വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം, ആഹാരം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതികഠിനമായിട്ടുള്ള ചൂടിൽ നിന്ന് നമ്മൾ മഴയുടെ ആ തണുപ്പ് പുള്ളിലോട്ട് വരുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണമായിട്ട് വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറും വീക്ക് ആവുകയാണ്. അപ്പൊ പെട്ടെന്ന് ദഹിക്കുന്ന രുചികരമായിട്ടുള്ള ഭക്ഷണം, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. ഇപ്പൊ വിശക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അത് സൂപ്പാകാം, കഞ്ഞിയാകാം, നമ്മുടെ മരുന്ന് കഞ്ഞികൾ, ആശാളി, ഉലുവ, കഞ്ഞി പോലെയുള്ള. അതെ, അത് കർക്കിടക കഞ്ഞി പല തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ഒന്നുകിൽ പൊടിയരി, അല്ലെങ്കിൽ ഞവരയരി, പിന്നെ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ്. ഇതൊക്കെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്തിട്ട് ഒരു നുള്ള് ഉലുവ അല്ലെങ്കിൽ ഒരു നുള്ള ആശാളി ഇതെല്ലാം കൂടെ കുതിർത്ത് നമ്മൾ വേവിക്കുക. കുതിർക്കുമ്പോ എത്ര നേരം? ഒരു കുറഞ്ഞത് നമ്മൾ പറയുന്നത് 6 മണിക്കൂറാണ്. കാരണം കുതിർത്ത് കഴിഞ്ഞാൽ അത് ദഹിക്കാൻ എളുപ്പമാകും. അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് മുതിര ചേർക്കാം. ഇതുപോലെ തന്നെ 6 മണിക്കൂർ കുതിർത്ത്, അല്ലെങ്കിൽ ചെറുപയർ ചേർക്കാം. ഇതെല്ലാം വേവിച്ച് അതിനകത്തേക്ക് ഒന്നുകിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങാ പീര ഒന്ന് ഞെരടി അത് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ഇട്ട് കൂടുതൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. വേവിച്ചതിന് ശേഷം കുടിക്കുന്നതിന് തൊട്ട് മുന്നേ ഇത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നെയ്യിൽ നമ്മൾ കുറച്ച് ഒരു കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ജീരകമോ താളിച്ച് ഇതിലേക്ക് ചേർക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭക്ഷണം, കാരണം പിന്നെ ആവിയിൽ വേവിക്കുന്ന ഭക്ഷണം, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളും നല്ലതാണ്. പിന്നെ ഈ മാംസാഹാരങ്ങളായിട്ടുള്ള ലൈക്ക് നോൺ വെജിറ്റേറിയൻസിനാവുമ്പോൾ ലൈക്ക് ബീഫ്, പോർക്ക് അതൊക്കെ ഒഴിവാക്കുന്നതാണ് പ്രത്യേകിച്ച് നല്ലത്. അതെ, മീൻ കഴിക്കാം, മുട്ട പുഴുങ്ങിയത് അങ്ങനെയുള്ള നോൺ വെജ് നമുക്ക് ഉപയോഗിക്കാം.